പാലക്കാടൻ നായർ തറവാട് അസോസിയേഷന്റെ സംഗമം ആതിര പൊൻപുലരി 2024 എന്ന പേരിൽ നടന്നു. പാലക്കാട് കദളിവനം ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടന്നത്. 1000-ലധികം തവണ ശബരിമല ദർശനം നടത്തിയ AS മന്നാടിയാർ സംഗമത്തിന് തിരിതെളിയിച്ചു. കാരണം 10 കൈവിരലുകൾ നഷ്ടപ്പെട്ട് കാലിൻ്റെ ഒരു ഭാഗവും നഷ്ടപ്പെട്ട് 33 വയസ്സായ മകൾ ഉണ്ട്. ആ കുട്ടി മെന്റലി റിട്ടാർഡാണ്. യാതൊരു വിധത്തിലുള്ള പരിഗണനയും അവർക്ക് കിട്ടുന്നില്ല. എങ്കിലും അവരുടെ ഭക്ഷണത്തിൽ നിന്ന് വകയില്ലാതെ അറിഞ്ഞതുകൊണ്ട് അടുത്തുള്ള ലീഡ്സ് കോളേജിൽ നിന്ന് രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, വൈകുന്നേരത്തെ ഭക്ഷണത്തിന് അവർ പ്രശ്നമാണ്, എന്ത് ചെയ്യാൻ കഴിയും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇപ്പോൾ ഞങ്ങളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. മാസം 4500 രൂപയാണ് അവർക്ക് അതിന് ചേർന്ന ചിലവ്. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം ഞാൻ അവർക്ക് 10 ദിവസത്തേക്കുള്ള പൈസ ഞാൻ കൊടുക്കാം. അപ്പം ജനാർദ്ദനൻ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തിന് വൈകുന്നേരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഏകദേശം ശരിയാക്കിയിട്ടുണ്ട്. ആംചോ ബസ്തർ എന്ന കൃതിയിലൂടെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നന്ദിനി മേനോനെയും ലൈഫ് മെമ്പർ രാജകുമാറിനെയും അസോസിയേഷൻ ആദരിച്ചു. പാവപ്പെട്ട അംഗങ്ങൾക്ക് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ധനസഹായം നൽകി. അംഗവൈകല്യം ബാധിച്ചവർക്ക് വീൽചെയറും വിതരണം ചെയ്തു. സെക്രട്ടറി ഇടത്തറ സ്വരൂപം കിഴക്കേ കൂട്ടാല സോമശേഖരനുണ്ണി സ്വാഗതവും ട്രഷറർ മുണ്ടഞ്ചേരി വിജയൻ നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാരായ തച്ചാട്ട് ശശീന്ദ്രൻ, മോഹൻ കറുത്തേടത്ത, ഗീതാ മുകുന്ദൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി. തുടർന്ന് തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും കായിക വിനോദങ്ങളും നടന്നു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ശുഗപുരം രാധാകൃഷ്ണൻ നിർവഹിച്ചു. UTV ന്യൂസ്, പാലക്കാട്.